ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഹയർച്ചിൻ്റെ കേസ് 18-ാം തീയതി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ 2 മാസത്തോളം പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 18-ാം തീയതി പോയി ഹയർച്ചിൻ്റെ വക്കീൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റില്ല, 1-ാം തീയതി കണക്കിന് എടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേസ്, ഈ അപ്പീൽ എന്തായാലും 5 ലക്ഷത്തിൻ്റെയും 10 ലക്ഷത്തിൻ്റെയും ഒക്കെ ബോണ്ട്, കള്ള ബോണ്ട് ഇറക്കി ജനങ്ങളിൽ നിന്ന് പണം വാങ്ങി ഇരിക്കുന്ന ഈ കേസ് തോക്കുമെന്ന് ഇവർക്ക് ഉറപ്പാണ്. എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഇളവ് കിട്ടും എന്നാണ് ഒരു പ്രതീക്ഷയോടെയാണ് ഇവർ നിൽക്കുന്നത്. എന്നാൽ ഇവർ പുറത്ത് പറയുന്നത്, ഈ മണ്ടന്മാരായ 5 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 55 ലക്ഷം കിട്ടുമെന്നൊക്കെ വിചാരിച്ചിരുന്നവരെ പറഞ്ഞു പറ്റിക്കുന്നത്, നമ്മളെന്തായാലും കേസ് ജയിക്കും, നമ്മൾ പിന്നെയും ബിസിനസ് തുടങ്ങും, നമ്മൾ പിന്നെയും ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കും, നമ്മൾ പിന്നെയും കോടീശ്വരന്മാരാവും എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കേസ് ഇപ്പോൾ കഴിഞ്ഞ 2024 മാർച്ച് മാസം 10-ാം തീയതിയാണ് ഈ കേസ്, അപ്പീൽ കേസ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ 15 മാസം ആയിരിക്കുന്നു. ഈ ഇത്രയും കാലം കേസ് നീട്ടിക്കൊണ്ടിരുന്നത് കമ്പനി തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇവർ പല കാരണങ്ങൾ പറഞ്ഞ്, ഓരോ ആവശ്യം പറഞ്ഞ് നീട്ടിക്കൊണ്ടുമായിരുന്നു. ഇവരൊരിക്കൽ പോലും മെറിറ്റ് വാദിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പം അവസാനത്തെ 2 സിറ്റിങ്ങിൽ മാത്രമാണ് മെറിറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ 1-2 വർഷം നീട്ടിക്കൊണ്ടു പോകാൻ തന്നെയാണ് ഇവരുടെ വക്കീലന്മാർ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഒരു 3-4 സിറ്റിംഗ് കൊണ്ട് ഓണം കഴിയുന്നതോടുകൂടി ഈ കേസ് അവസാനിക്കും എന്ന് നമുക്ക് കരുതാം. എന്തായാലും എല്ലാവരും ഉപേക്ഷിച്ച മട്ടാണ് ഈ ഹയർച്ചി കേസ്. ആർക്കും തന്നെ പ്രതീക്ഷയില്ല, ആർക്കും തന്നെ പൈസ തിരിച്ചു കിട്ടുമെന്നുള്ള യാതൊരു ഉറപ്പുമില്ല. കേസ് കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ക്ലെയിം പെറ്റീഷൻ കൊടുത്തിരിക്കുന്ന 239 പേർക്ക് പൈസ കിട്ടുമെന്നല്ലാതെ ഇത്രയും കാലം കമ്പനിയെ താങ്ങി നടന്നിരിക്കുന്നവർക്ക് നിരാശ തന്നെയായിരിക്കും ഫലം.